ചേലക്കരയിൽ ബ്രാൻഡഡ് ഷൂസുകളുടെയും ബാഗുകളുടെയും മായാവിസ്മയ ലോകം. ഓണാഘോഷം പൊടിപൊടിക്കാൻ അന്നയും നിങ്ങളോടൊപ്പം. മെഗാ പ്രൈസ് 3 സ്വർണ്ണ നാണയം. കൂടാതെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, TV, മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം. അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ്, കാനറ ബാങ്കിന് എതിർവശം, ചേലക്കര. ചേലക്കര എലിയപ്പറ്റ ശ്രീ അന്തി മഹാകാളങ്കാവ് ക്ഷേത്രത്തിൽ ചേലക്കര ഓട്ടോ ഡ്രൈവേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ 31ാമത് നിറമാല മഹോത്സവം ഡിസംബർ 30-ാം തീയതി ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിക്കും. നിറമാല മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശന ചടങ്ങ് നിർവഹിച്ചു. ചേലക്കര എലിയപ്പറ്റ ശ്രീ അന്തി മഹാകാളൻകാവ് ക്ഷേത്രത്തിൽ ചേലക്കര ഓട്ടോ ഡ്രൈവേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ 31ാമത് നിറമാല മഹോത്സവം ഡിസംബർ 30-ന് ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിക്കും. ക്ഷേത്രാങ്കണത്തിൽ വെച്ച് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, കേരള പത്രപ്രവർത്തക അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഗോപി ശക്കുന്നത്തിന് നോട്ടീസ് കൈമാറിയാണ് നിറമാല മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം നിർവഹിച്ചത്. ചേലക്കര എലിയപ്പറ്റ അന്തി മഹാകാളങ്കാവിൻ്റെ 31ാമത്തെ നിറമാല മഹോത്സവവുമായി ബന്ധപ്പെട്ട് ഇന്നിവിടെ നടക്കുന്ന നോട്ടീസ് പ്രകാശനം ഏറ്റവും ഭക്തി നിർഭരവും സന്തോഷകരവുമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ആദ്യമായി നിങ്ങളെ അഭിനന്ദിക്കാനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. കാരണം ജീവിതത്തിൻ്റെ നിറഞ്ഞ വെല്ലുവിളികളിൽ രണ്ടറ്റവും കൂട്ടിമുട്ടാനായി ഏകദേശം നല്ല സമയം കഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് നമ്മുടെ പൂർവ്വസൂരികൾ പകർന്നു തന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമെല്ലാം അതേപോലെ കാത്തുസൂക്ഷിക്കാൻ കഴിയുന്നു എന്നത് ഏറ്റവും സന്തോഷകരമായ ഒരു വസ്തുതയാണ്, അഭിമാനകരമായ വസ്തുതയാണ്. നമുക്കെല്ലാം അറിയാം, നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമെല്ലാം വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ചേലക്കര ഈ മഹാപുണ്യ ക്ഷേത്രത്തിന് മുന്നിൽ നിന്നുകൊണ്ട് നിങ്ങൾ 31ാമത്തെ വർഷം ഈ നിറമാല മഹോത്സവം ആഘോഷിക്കുന്നു എന്ന കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. ഇത്തരം കാലോചിതമായി നടക്കേണ്ട ആചാരാനുഷ്ഠാനങ്ങൾ നമ്മുടെ ഋഷിമാരും മുനിമാരുമെല്ലാം നമുക്ക് പകർന്നു തന്നത് എന്തുകൊണ്ടോ അത് കോടതി വിധിയായാലും ശരി മറ്റു കാരണങ്ങളായാലും ശരി കാത്തു സംരക്ഷിക്കേണ്ട ബാധ്യത ഓരോ ഹിന്ദു വിശ്വാസിക്കുമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഈ കാര്യത്തിൽ നിങ്ങൾ നടത്തുന്ന ഈ തീവ്രയജ്ഞത്തിൽ ഞങ്ങളെല്ലാവരും, പ്രത്യേകിച്ച് ഞങ്ങൾ മാധ്യമപ്രവർത്തകർ, സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽപ്പെട്ട എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും സാക്ഷാൽ അന്തിമാളൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ കൂടുതൽ ദീർഘിക്കാതെ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഒരു നോട്ടീസ് പ്രകാശന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. തീർച്ചയായും ആ പ്രകാശ ചടങ്ങിൽ വലിയ പ്രതീക്ഷകളുമായാണ് ഇതിൻ്റെ സംഘാടകർ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ദൗത്യം ഏറ്റെടുത്തതിൻ്റെ പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, മറ്റു ഭാരവാഹികൾ, ഇതുമായി ബന്ധപ്പെട്ട ഭാരവാഹികളെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ചടങ്ങിൽ സെക്രട്ടറി ദേവീഷ്, ട്രഷറർ രാജഗോപാൽ, കമ്മിറ്റി ഭാരവാഹികളായ വിജയൻ, ഗോപകുമാർ, പ്രദീപ്, ബാബു, ജ്യോതിഷ്, ജയപ്രകാശ്, മണികണ്ഠൻ എന്നിവർ പങ്കെടുത്തു. ഡിസംബർ 30 തിങ്കളാഴ്ച 2024 ഡിസംബർ 30 തിങ്കളാഴ്ചയാണ് നമ്മുടെ നിറമാലാഘോഷം നടക്കുന്നത്. ആഘോഷത്തിൻ്റെ ഭാഗമായി രാവിലെ 4 മണിക്ക് പള്ളി ഉണർത്തൽ, 5 മണിക്ക് ഗണപതി ഹോമം, 5:30 അഭിഷേകം, 6:30 ഉഷപൂജ, രാവിലെ 11 മണി മുതൽ അന്നദാനവും, അന്നദാനത്തിന് ശേഷം 2:30 കേളി ആരംഭിച്ച് റോഡ് ഷോ, ശിങ്കാരിക്കാവടി, ശിങ്കാരിമേളം, വേഷം, തായമ്പക, പാണ്ടിമേളം തുടങ്ങിയ പരിപാടികളുമായി നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പരിപാടിയുടെ ഗംഭീരമായ വിജയത്തിന് വേണ്ട മുഴുവൻ സഹകരണങ്ങളും നല്ലവരായ നാട്ടുകാരോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പരിപാടിയിൽ വിജയിപ്പിക്കുന്നതിനുമായ എല്ലാവിധ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നിറമാല മഹോത്സവ ദിനത്തിൽ രാവിലെ ക്ഷേത്രത്തിൽ പള്ളി ഉണർത്തൽ, ഗണപതി ഹോമം, അഭിഷേകം, ഉഷപൂജ, ഉച്ചപൂജ തുടങ്ങി വിശേഷ ചടങ്ങുകൾ നടക്കും. തുടർന്ന് 11 മണിക്ക് അന്നദാനം എലിയപ്പറ്റ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടത്തുന്നു. ഉച്ചയ്ക്ക് കേളി, പാണ്ടിമേളം, ദീപാരാധന, രാത്രി 9 മണിക്ക് തായമ്പകയും അരങ്ങേറും. വർണ്ണാഭമായ ശിങ്കാരിക്കാവടിയും ശിങ്കാരിമേളം, വേഷം എന്നിവയുടെ അകമ്പടിയോടെയാണ് എലിയപ്പറ്റ അന്തി മഹാകാളൻകാവ് ക്ഷേത്രത്തിലെ 31ാമത് നിറമാല മഹോത്സവം ആഘോഷിക്കുന്നത്. 31ാമത്തെ നിറമാല മഹോത്സവം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി വന്ന ഗോപിയേട്ടന് ഓട്ടോ ഡ്രൈവേഴ്സിൻ്റെ പേരിലും അതുപോലെ തന്നെ
മറ്റ് നാട്ടുകാരുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്, അതുപോലെ ആശംസകൾ അർപ്പിക്കുകയാണ്. നാളെ ഇതുവരെ നമ്മളുടെ കൂടെ സഹകരിച്ച എല്ലാ നല്ലവരായ നാട്ടുകാർക്കും ഒരിക്കൽ കൂടി ഞാൻ ആശംസകൾ നേരുകയാണ്. ഇനിയും ഞങ്ങളുടെ സഹകരണങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാവണം, അല്ലെങ്കിൽ തരണമെന്ന് വിനീതമായി ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇതിൻ്റെ എല്ലാ പരിപാടികൾക്കും എല്ലാവർക്കും നല്ല നന്മകളും നേർന്നുകൊണ്ട്, നല്ല ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടി ഭംഗിയായി നടത്തുന്നതിന് വേണ്ടി അന്ത്യമാളുടെ മുമ്പിൽ പ്രാർത്ഥിച്ച് പരിപാടികൾ ആരംഭിക്കുകയാണ്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. CV ന്യൂസ് ചേലക്കര.